ഒരു ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ചീസി ബൺ ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് ഞാൻ വേവിച്ചിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ബട്ടർ എടുത്തിട്ട് ചൂടാക്കാൻ വയ്ക്കുക. ഇത് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ആക്ച്വലി വെളുത്തുള്ളി ഗാർലിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ ഞാനത് സ്കിപ്പ് ചെയ്തിട്ട് മൈദ ആദ്യം ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ഈ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഒരു മണമൊന്ന് മാറി വരുന്നുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ കാണിക്കുന്നതിൽ മൈദ ആദ്യം ഇടുന്ന ഒരു ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ മൈദയും അത് ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് റോസ്റ്റായി വരണം. മൈദയുടെ ഒരു മണം മാറി അതൊന്ന് റോസ്റ്റാക്കി വരണം. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ഇതേ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ആദ്യം ഞാൻ സ്കിപ്പ് ചെയ്ത കാരണം അത് കുറച്ച് നേരം ഒന്നിട്ട് വഴറ്റുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് അതൊന്ന് കുറച്ച് നേരം ഒന്ന് നമ്മൾ വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മൈദ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ മൈദ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കുന്നുണ്ടാവും. അത് ഫുള്ളായിട്ട് അലിഞ്ഞ് മൊത്തത്തിലൊരു ക്രീമി ആവുന്നത് വരെ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് പൊടിച്ച് വെക്കണം. മിക്സിയിലൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി, വല്ലാതെ അരിഞ്ഞു പോകണ്ട. അതിനുശേഷമാണ് നമ്മൾ സ്പൈസസൊക്കെ ആഡ് ചെയ്യുന്നത്. പിന്നെ ഈ സ്റ്റെപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഈ വെളുത്തുള്ളിയുടെ ആ ഒരു മണവും അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ അതിലേക്കോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ഈ സമയത്ത് വേണമെങ്കിൽ എടുത്ത് മാറ്റാം. ചിലർക്ക് അത് കടിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല, അത് കാരണം. അതിനുശേഷം നമ്മൾ ചില്ലി ഫ്ലേക്സ്, ഇടിച്ച മുളകിൻ്റെ പൊടിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് നമ്മൾ ചിക്കനിൽ ഉപ്പ് ഓൾറെഡി ആഡ് ചെയ്തിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഇതിൽ അത് ബാലൻസ് ചെയ്യാൻ വേണമെങ്കിൽ കൂടുതലോ കുറവോ നമുക്ക് നോക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം നമുക്ക് ഇപ്പോൾ ചിലർക്ക് ഇത് നമ്മൾ ബണ്ണിലാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് കുറച്ച് ഒരു ക്രീമി ആയിട്ട് കുറച്ചൊന്ന് ഒരു ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചിക്കൻ കുറച്ച് കൊടുക്കാം. അതല്ല നല്ല കട്ടിയിൽ തന്നെ കുറച്ച് തിക്കായിട്ട് തന്നെയാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചിക്കൻ കൂട്ടിയിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിത് കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ ഇത് ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിക്കാൻ ട്രൈ ചെയ്യുക. കാരണം ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടും. അപ്പോൾ അത് കാരണം ഇത് ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടി നോക്കുക. നമുക്ക് നോക്കിയപ്പോൾ കാണാം സൈഡിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ബർഗർ ബൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ മുകളിലത്തെ ഭാഗം എടുത്തിട്ട് നമ്മൾ ഒരു ക്രോസ് ഇട്ട് കൊടുക്കുക. 4 സൈഡിലോട്ടും ഒരു വെട്ടിട്ട് കൊടുക്കണം. അത് നമ്മൾ താഴത്തോട്ട് എത്തുന്ന രീതിയിൽ വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ നമുക്ക് 4 സൈഡിലോട്ടും ചെയ്ത് കൊടുക്കണം. എന്നാൽ സൈഡ് കട്ടായി പോകാൻ പാടില്ല. പക്ഷേ താഴോട്ട് എത്തുന്ന രീതിയിൽ ഒരു ഹോട്ട് ക്രോസ് ബണ്ണ് പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചീസ് ഫില്ലിങ് കൊടുക്കേണ്ടതാണ്. ഇനി അതിനുശേഷം നമ്മൾ ഈ ബണ്ണിൻ്റെ അടിയിലത്തെ ഭാഗം എടുത്തിട്ട് നമ്മളുടെ ചിക്കൻ ഫില്ലിങ് അതിലേക്ക് തേച്ച് കൊടുക്കണം. അതിനുശേഷം ഞാൻ മൊസറല്ല ചീസ് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്.
കംപ്ലീറ്റ് ആയിട്ട് അടിയിലെത്തുന്ന വരെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് പാനിലും മൈക്രോവേവിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈക്രോവേവിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മൾ പാനിൽ ചെയ്യുമ്പോൾ ഈ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറിയൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഈ പാൻ അടച്ച് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ മെൽട്ടാവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് ചിലപ്പോൾ നമ്മളുടെ ഈ ബണ്ണിൻ്റെ അടിഭാഗം ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ വെള്ളം വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവ് ചെയ്തെടുക്കുക. അപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ പൊടിയായിട്ട് എരിഞ്ഞ് കുറച്ച് മല്ലിയിലയും കുറച്ച് ബട്ടറും നമ്മളതിൻ്റെ മുകളിൽ ഒന്ന് തടവി കൊടുക്കണം. ഇതൊന്നില്ലെങ്കിൽ നമുക്ക് മൈക്രോവേവ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടായാലും ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റഫ് ചെയ്ത ചീസി ബൺ റെഡി ആയിട്ടുണ്ട്.